കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെ സിപിഐ നേതാവ് ആനി രാജയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമെന്ന പരാതി. RSS പ്രവർത്തകർ തന്നെ പിടിച്ചു തള്ളിയെന്നും കൂടിയുള്ളവരെ തള്ളി താഴെയിട്ടുമെന്നും ആനി രാജ പറഞ്ഞു. 2 നേതാക്കൾക്ക് പരിക്കേറ്റു. അക്രമികൾക്ക് പോലീസ് ഒത്താശയുണ്ടെന്നും ആനി രാജ ആരോപിച്ചു. അതേസമയം പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ജന്തർ മന്ദറിലെ പ്രതിഷേധവേദിയിലെത്തി. CJP പ്രതിഷേധത്തിനിടെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആനി രാജയ്ക്കും മറ്റ് മഹിളാ പ്രവർത്തകർക്കും നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. നമുക്കിപ്പം ഇപ്പോൾ ആനി രാജ തന്നെ ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? അല്ല, ഞങ്ങൾ AISFന്റെയും AUYFന്റെയും അവർ നേരത്തെ തന്നെ ഈ CJPയുടെ ഇന്നത്തെ ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുതിയ ഒരു പാരഡി ഗാനം ഒന്ന് അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പാടുമ്പോൾ ഞാനില്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഇതൊന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നേ ഇവർ കുറേ മുദ്രാവാക്യം വിളിച്ചു. ആ മുദ്രാവാക്യം ആസാദി മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഭരണഘടനയെ ചേർത്തുണ്ടായിരുന്നു, അംബേദ്കറേയും ഫൂലെയും ചേർത്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു 10-20 ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങളുടെ വന്നങ്ങ് ഇടിച്ച് കയറിയേക്കാണ്. അങ്ങനെ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ആസാദിയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതാണ് ആദ്യം. പിന്നെ RSSനെ എന്താണ് നിങ്ങൾ എന്തിനാണ് അവർക്കെതിരെ എന്താണ് മുദ്രാവാക്യം വിളിക്കുന്നത് വെച്ചിട്ടാണ് ആക്രമണമാണ്. വന്നങ്ങ് നമ്മളെ അങ്ങ് പുറകോട്ട് പുഷ് ചെയ്ത് ഒരു ഘട്ടത്തിൽ പുറകിൽ നിന്ന് വന്നിട്ട് ഒരൊറ്റ പുഷാണ്. അപ്പോൾ ഞാൻ വേറൊരു സഖാവിൻ്റെ പുറത്ത് ഇങ്ങനെ പോയി തടഞ്ഞ് അങ്ങനെ നിന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ള ദേശീയ മഹിളാ ഫെഡറേഷൻ ഇത് രണ്ടാമത് വന്നിട്ടാണ്. ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി നിഷ സിദ്ധുവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു സഖാവ് യങ് കോംറേഡ് അവരെയും ഉപയോഗിച്ചിട്ട് ആക്രമിക്കാൻ അവർ ചവിട്ടാൻ പോകുമ്പോഴാണ് YFSF സഖാക്കളും അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്തത്. ഇത് ആദ്യം വന്ന് പോയി പോലീസ് ഇവരെ അവിടെ നിന്ന് മാറ്റി വിട്ടതാണ്. അതിന് പോലീസുകാർ പോയി കഴിഞ്ഞപ്പം വീണ്ടുമാണ് ഇവർ വന്ന് ഈ ആക്രമണം നടത്തിയത്. അന്നേരം കൂടുതൽ ആളുകൾ വന്നു. RSSനെ നിങ്ങൾ എന്തിനാ RSSനെതിരായിട്ട് പറയുന്നത്? ആസാദിക്ക് മുദ്രാവാക്യം എന്തിനാണ് വിളിക്കുന്നത്? ഇത് രണ്ടാണ് അവരുടെ ചോദ്യങ്ങൾ. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.